ഒരു VV മാക്സിമം ആയിരുന്നെന്ന് പെട്ടെന്ന് കണ്ടാൽ പറയത്തില്ല. കിക്കറിൻ്റെ ആ ഒരു വാച്ചിങ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ സ്പീഡ്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ബോഡി ബിൽഡിംഗ് വർക്ക്ഷോപ്പിലാണ് കേട്ടോ. ടൂറിസ്റ്റ് ബസ്സുകളുടെ ബോഡി ബിൽഡിംഗ് വർക്ക്ഷോപ്പിലാണ്. ഒരു മിനി പ്രകാശ് എന്ന്, കേരളത്തിലെ മിനി പ്രകാശ് എന്നറിയപ്പെടുന്ന അടൂര് പ്ലാമിറ്റത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്തിനാണ് ഇവിടെ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ കാസ്പറിൻ്റെ പിങ്ക് പാന്തർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സെഡോണിൻ്റെ. അപ്പോൾ പിങ്ക് പാന്തറിൻ്റെ വലിയേട്ടന്മാരിൽ ഒരാൾ, മിഗായലല്ല, റെഡ് വോൾഫിൻ്റെ സെക്കൻഡ് അപ്ഡേഷൻ കഴിഞ്ഞിട്ട് ഇന്നാണ് ഡെലിവറി. അപ്പോൾ ആ ഒരു ഡെലിവറി വ്ളോഗ് ചെയ്യാനായിട്ട് വന്നതാണ്. വണ്ടിയും കാണണ്ടേ, ഇതാണ് നമ്മുടെ വണ്ടി. ഫുള്ള് അപ്ഡേഷൻ കഴിഞ്ഞിട്ട് സെറ്റായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ബാക്കി കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടായിരിക്കും ഡെലിവറി. അപ്പോൾ ആ ഒരു വ്ളോഗാണ് ഇന്നത്തെ നമ്മുടെ. വെൽക്കം ബാക്ക് ടു മല്ലു റാപ്റ്റർ. ഇറ്റ്സ് മീ രഞ്ജു ആൻഡ് സ്ട്രേറ്റ് ടു ദ വീഡിയോ. ആ ഒരു ഫൈനൽ ലുക്ക് ഉണ്ടോ, ടോപ്പ് ലൈറ്റ് ആണെങ്കിലും അതുപോലെ ബാക്കി ലൈറ്റ്സും കാര്യങ്ങളൊക്കെ, ആ ഒരു ലിപ്പിൻ്റെ പോർഷനിലൊക്കെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വേറെ ലെവൽ ലുക്കായിട്ടുണ്ട്. വണ്ടി അത്യാവശ്യം നല്ല റോഡ് പ്രസൻസ് തോന്നുന്നുണ്ട്. ഒരു വെറൈറ്റി ഫീൽ തന്നെ തോന്നുന്നുണ്ട് കേട്ടോ. എന്തായാലും ഞാനിവിടുന്ന് ഈ ഒരു ഡിസൈനും കാര്യങ്ങളും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇവിടെ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടാണ്. വേറെ ലെവൽ ലുക്കായിട്ടുണ്ട്. ആ ഒരു ഗ്രാഫിക്സ് ആണെങ്കിലും അത് ഒട്ടിച്ചേക്കുന്ന പെർഫെക്ഷനും കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമ്മളിതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് ഇപ്പോൾ റിവ്യൂ പറയുന്നില്ല. ഡീറ്റെയിൽഡ് റിവ്യൂ നമ്മുടെ ചാനലിൽ ഉടനെ വരുന്നുണ്ട് കേട്ടോ, വൈകാതെ തന്നെ വരുന്നുണ്ട്. ലൈറ്റ്, അപ്പോൾ ടോപ്പ് ലൈറ്റൊക്കെ ഫുള്ള് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ആ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ആ ഒരു റണ്ണിങ് ഒക്കെ പോകുന്നുണ്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ആ ഒരു ഫ്രണ്ട് പോർഷനും കാര്യങ്ങളൊക്കെ. Redwolf 2.0 എന്ന് പറഞ്ഞിട്ടൊരു ബാഡ്ജിങ് ഉണ്ടോ. അതെന്തായാലും അത്യാവശ്യം നല്ല ഒരു ഫോണ്ടിൽ ആ ഒരു വോൾഫിൻ്റെ പിക്കൊക്കെ കൊടുത്തിട്ട് വെറൈറ്റി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കാസ്പറിൻ്റെ ആ ഒരു ഫോണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ പിങ്ക് പാന്തറിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിങ്ക് പാന്തറിൻ്റെ ഒരു ചേട്ടൻ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു വണ്ടിയുടെ പഴയ ലുക്ക് ഞാനൊന്ന് കൊടുത്തേക്കാം കേട്ടോ, ഈ ഒരു സ്ക്രീനിൽ കൊടുത്തേക്കാം. അതിൽ നിന്ന് നോക്കുമ്പോൾ വേറെ ലെവൽ ലുക്കാണ് വന്നിട്ടുള്ളത്. നമ്മുടെ സൈഡ് പോർഷനിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ വേറെ ലെവൽ ലുക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആലഞ്ചേരി ഗ്രാഫിക്സിൻ്റെ ഷിജുചാൻ അവിടെ നിന്നിട്ട് ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഫുൾ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ബാക്കി ഒരു ഫൈനൽ ടച്ചപ്പിലാണ്. ആ ഒരു ക്വാർട്ടർ ഗ്ലാസിൻ്റെ ഭാഗത്തെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കി വർക്ക്സും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ വേറൊരു ചേട്ടനും കൂടെ ഇപ്പോൾ ഉണ്ട്. ചേട്ടനും ആലഞ്ചേരിയിലല്ലേ? ചേട്ടൻ്റെ പേരെങ്ങനെയാണ് വരുന്നത്? സാജൻ. അപ്പോൾ ചേട്ടന് ഇന്നലെ വന്നതാണോ? അല്ലല്ല, ഇത് തീരുന്നവരെ ഇവിടെ ഉണ്ടായിരുന്നു. ഫൈനൽ ടച്ച് ചെയ്യാനായിട്ട് വന്നതാണ് അല്ലേ? അപ്പോൾ ഓൾമോസ്റ്റ് കഴിഞ്ഞില്ലേ വർക്ക്? കഴിഞ്ഞു. ഇതിപ്പോൾ ഒരു അരമണിക്കൂറിനകത്ത് ഞങ്ങളുടെ പണി കഴിയും. ബാക്കി ഇനിയും ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ച് വണ്ടി ഇറക്കിയാൽ മതി. അതുപോലെ ഈ വണ്ടിയുടെ പാപ്പാൻ ഫുൾ വർക്കിലാണ്. പാപ്പാൻ എന്തോ ചെയ്യുക അപ്പോൾ സഞ്ജിച്ചേട്ടനാണ് ഈ ഒരു വണ്ടി കൊണ്ടു നടക്കുന്നത് കേട്ടോ. ഈ ഒരു വണ്ടിയുടെ മെയിൻ ഘടകമാണ് സഞ്ജിച്ചേട്ടൻ. അപ്പോൾ സഞ്ജിച്ചേട്ടൻ അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജിസേണ്ണും ബാക്കി അനൂപേണ്ണും എല്ലാവരും ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബാക്ക് സൈഡൊക്കെ കണ്ടോ, ബാക്ക് സൈഡിൽ നിന്നാണേലും ആ ഒരു ലുക്ക് വേറെ ലെവലായിട്ടുണ്ട് വണ്ടിയുടെ. കാസ്പറിൻ്റെ ആ ഒരു ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ പ്ലാമിറ്റത്ത് വന്നു കഴിഞ്ഞാൽ ആ ഒരു സെഡ് പ്രോ, അതായത് VV മാക്സിമം കൺവേർട്ട് ചെയ്തിട്ട് സെഡ് പ്രോ ആക്കിയിട്ടുള്ള, അതായത് സെഡോൺ ആക്കിയിട്ടുള്ള ആ ഒരു സെഡ് പ്രോ കാണാതെ പോകുന്നത് എങ്ങനെ? അപ്പോൾ ആ ഒരു വണ്ടി ഇവിടെ കിടപ്പുണ്ട്. ഇവിടുന്നുണ്ടോ, ടോപ്പിൽ നിന്ന് തന്നെ ആ വണ്ടി കാണാൻ പറ്റുന്നില്ലേ? അതാണ് ഈ ഒരു വണ്ടി സെഡ് പ്രോ. അവിടെ ലൈറ്റൊക്കെ ഇട്ട് നല്ല ലുക്കായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ നമുക്കിവനെ ഡീറ്റെയിൽഡായിട്ടൊന്ന് പരിചയപ്പെടാം. ടോപ്പ് ലൈറ്റൊക്കെ കിടക്കുന്നുണ്ടോ? ശരിക്കും ഇത് ആ ഒരു VV മാക്സിമം ആയിരുന്നെന്ന് പെട്ടെന്ന് കണ്ടാൽ പറയത്തില്ല. അത്ര പെർഫെക്ഷനിലാണ് ഈ ഒരു വണ്ടി സെഡോണിലോട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ DRLും ഫോഗ് ലാമ്പും ബാക്കി ടോപ്പ് ലൈറ്റും നിയോണും എല്ലാം ഇട്ട് വണ്ടി വേറെ ലെവൽ ലുക്കാക്കി ഇവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അതാണ് വണ്ടിയുടെ ഒരു ഓവറോൾ എക്സ്റ്റീരിയർ ലുക്ക് എന്ന് പറഞ്ഞാൽ. നമുക്ക് സൈഡ് പ്രൊഫൈലൊക്കെ വരുന്ന സമയത്ത് ഇതാണ് ആ ഒരു സൈഡ് സെക്ഷനൊക്കെ ഉണ്ടോ. സൈഡിൽ നിന്നൊക്കെ അത്യാവശ്യം വേറെ വെറൈറ്റി ലുക്കായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ ആ ഒരു വീൽ കപ്പ് വരുന്നത്. വീൽ കപ്പൊക്കെ കണ്ടോ, വേറെ ഒരു ലുക്കായിട്ടുണ്ട്. അതായത് നമ്മൾ സൈഡിൽ നിന്നൊക്കെ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല ലുക്കായിട്ടുണ്ട് വണ്ടി. ആ ഒരു ഫൈബർ പീസ് ചെയ്തിട്ടുള്ള ഒരു വീൽ കപ്പാണ് കേട്ടോ. വെറൈറ്റി കൺസെപ്റ്റാണ് ശരിക്കും. ഇവിടുത്തെ ഓരോ വെറൈറ്റി കൺസെപ്റ്റാണ് ഇവിടുന്ന് വരുന്നത് നമുക്ക്. അപ്പോൾ ടോപ്പ് ലൈറ്റ് നോക്കുകയാണെങ്കിൽ RGB ആണ് കേട്ടോ. നമുക്ക് എല്ലാ കളറും വരുന്ന ഒരു ടോപ്പ് ലൈറ്റാണ് വരുന്നത്. അതെന്തായാലും നല്ല ലുക്കായിട്ടുണ്ട്. ബ്ലൂ വന്നു, അത് കഴിഞ്ഞ് ഇപ്പോൾ അടുത്ത കളർ വരും, ഗ്രീൻ വന്നു, അത് കഴിഞ്ഞ് ഇപ്പോൾ നമുക്ക് റെഡ് കാണാം. അങ്ങനെ എല്ലാ കളറിലും വന്നിട്ടുള്ള ഒരു ടോപ്പ് ലൈറ്റാണ് വരുന്നത്. അതുപോലെ ഈ ഒരു ഹുഡിൻ്റെ പോർഷനിലൊക്കെ ആണെങ്കിലും ഇതിനകത്തും ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ആ ഒരു വൈറ്റിലോട്ട് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ വേറെ ഒരു ലെവൽ ലുക്കാണ് വരുന്നത്. അതുപോലെ തന്നെ വൈറ്റിൽ ആ ഒരു DRL വരുമ്പോൾ കുറച്ചുകൂടെ ലുക്കായിട്ടുണ്ട്. അവിടുന്ന് നമുക്ക് വണ്ടിയുടെ ഇൻറ്റീരിയറിലോട്ടൊന്ന് കയറി നോക്കാം.
അപ്പോൾ ക്യാബിനിലോട്ട് വരുന്ന സമയത്ത് ഇതാണ് ഇതിൻ്റെ ഒരു ക്യാബിൻ വരുന്നത്. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ ഈ വണ്ടിയുടെ സാരഥി ചേട്ടൻ ഇവിടെ ഇരിപ്പുണ്ട്. ചേട്ടൻ്റെ പേരെങ്ങനെയായിരുന്നു? ബൈജു എന്ന്. അപ്പോൾ ചേട്ടൻ ഇവിടെ എത്ര നാളായി? 10 വർഷത്തോളം ആയല്ലേ? ഈ വണ്ടിയുടെ സാരഥിയാണല്ലേ? വേറെ ആളായിരുന്നു, ഇപ്പോൾ ചേട്ടനാണല്ലേ? അപ്പോൾ നമുക്ക് അകത്തോട്ടുകൂടെ ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ അകത്തോട്ട് കയറുന്ന സമയത്ത് ഇതാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ വരുന്നത്. കയറി വരുമ്പം ഇവിടെ ഒരു TV കാണാം. അതുപോലെ ഈ ഒരു വണ്ടിയുടെ ഇൻറ്റീരിയറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെന്നും ഇവിടുത്തെ പ്ലാമിറ്റത്തെ മാനേജർ ചേട്ടൻ വിളിച്ചിട്ടുണ്ട്. ചേട്ടൻ്റെ പേരെങ്ങനെയായിരുന്നു? ജിയോ. അപ്പോൾ ചേട്ടൻ നമുക്ക് പറഞ്ഞു തരും അല്ലേ? അപ്പോൾ നമ്മൾ 6 കിക്കറിൻ്റെ സ്പീക്കർ അത് നമ്മൾ മാക്സിമം ആയിരുന്നപ്പോൾ ആദ്യമേ ഇൻട്രൊഡ്യൂസ് ചെയ്താണ്. കേരളത്തിൽ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് കിക്കറിൻ്റെ സ്പീക്കർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മളാണല്ലേ. അത് കഴിഞ്ഞ് പിന്നെ വണ്ടിയുടെ ബാക്കിലുള്ളത് 2 B2ൻ്റെ 2 സബ് ഉണ്ട്, 12 ഇഞ്ച്. പിന്നെ 2 റോക്ക്ഫോർഡ് ഉണ്ട്. പിന്നെ നമുക്കതെല്ലാം ഒന്ന് കണ്ടിട്ട് തന്നെ പറയാം. പോരെ. അപ്പോൾ ഈ ഒരു സൈഡിൽ നിന്ന് നമുക്ക് തുടങ്ങാം അല്ലേ? ഇവിടെ നമുക്കൊരു ലേസർ കാണാം. ലേസർ 2 വേർഡ് ഉണ്ട്. ഇത് മറ്റേ സ്പോട്ട് ലേസറും 2 വേർഡ് ലേസറും ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് വരാണെങ്കിൽ നമുക്ക് ലൈറ്റ് അത് പ്രത്യേകം പ്രോഗ്രാം ചെയ്ത് സെറ്റ് ചെയ്തിരിക്കുന്ന അല്ലേ? അതാണ് ആ ഒരു സാധാരണ രീതിയല്ല, പല രീതിയിൽ നമ്മൾ റണ്ണിങ്ങിലൊക്കെ ആ ഒരു ഇത് കൊടുത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഗ്ലോബ് കാണാം. ഗ്ലോബിൻ്റെ ഇപ്പുറത്തായിട്ട് നമുക്ക് ആ ഒരു സ്പീക്കറിലും നിയോൺ സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സ്പീക്കേഴ്സൊക്കെ ഇതിൻ്റെയാണ് വരുന്നത്. ബർത്തിലെ 6 സ്പീക്കർ കിക്കറിൻ്റെയാണ് വരുന്നത്. അതുപോലെ നമുക്കിവിടെ ഒരു മൂവിങ് ഹെഡ് കാണാം. അവിടുന്ന് ബാക്കിലോട്ട് വരികയാണെങ്കിൽ ആ ഒരു സൈഡിൽ ആ ലൈറ്റ്സൊക്കെ കണ്ടോ, സ്പെഷ്യലി പ്രോഗ്രാം ചെയ്തതാണെന്ന് പറഞ്ഞ് ആ ഒരു കിരൺ ലൈറ്റ്സൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ആംബിയൻസ് ഉണ്ട് വണ്ടിക്കകത്ത്. അതുപോലെ തന്നെ കിക്കറിൻ്റെ ആ ഒരു വാച്ചിങ് ഒക്കെ നമുക്ക് ഇവിടെ കാണാം, സ്പീക്കറില്ല കേട്ടോ. അതുപോലെ ഇവിടെ നമുക്കൊരു മൂവിങ് ഹെഡ് കാണാം. അവിടുന്ന് സൈഡിലോട്ട് വരികയാണെങ്കിൽ ആ കിക്കറിൻ്റെ സ്പീക്കേഴ്സും ബാക്കി ലൈറ്റ്സും കാര്യങ്ങളും ഒക്കെ കാണാം കേട്ടോ. ഇതൊക്കെ അത്യാവശ്യം ബ്ലിങ്ക് ചെയ്യുന്ന രീതിയിലൊക്കെ വേറെ ലെവലായിട്ടാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഗ്ലോബ് ഇവിടെ ഉണ്ട്. ബാക്കിലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ റോക്ക്ഫോർഡിൻ്റെ 2 സബ് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. 2 സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ P2ൻ്റെ 2 സബ് ഇവിടെയും വെച്ചിട്ടുണ്ട്. അതിനകത്തും ആംബിയൻ ലൈറ്റൊക്കെ കൊടുത്തിട്ട് ഇവിടെ ആ ഒരു ഗിറ്റാറിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സ്മോക്കർ ഈ ഒരു പോർഷനിലാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ക്യാബിനിൽ എന്തൊക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ചേട്ടാ നമുക്ക് പറഞ്ഞുതരാം കേട്ടോ. ക്യാബിനിൽ ഒരു ആനിമേഷൻ ലേസർ കൊടുത്തിട്ടുണ്ട്. ആനിമേഷൻ ലേസർ ഉണ്ട്. അതാണ് നമ്മളിവിടെ കാണുന്നത്. അത് നമുക്ക് വെളിയിലോട്ട് വരുമ്പോൾ കാണാം. അതുപോലെ തന്നെ ബാക്കി ആംബ് വർക്കൊക്കെ 5 ആംബ് വർക്കാണ്. 5 ആംബ് വർക്കാണ് വരുന്നത്. ഒരു മോണോ ബ്ലോക്ക്. നമ്മൾ ബെർത്തും വെച്ചിട്ടുണ്ട് കേട്ടോ. നോർമലി എല്ലാ വണ്ടിയിലും ബെർത്ത് കളയുന്നതാണ്. അതെന്താണ് നമ്മൾ ബെർത്ത് വെച്ചിരിക്കുന്നത്? അറിയുന്നതുകൊണ്ടാണ് നമ്മൾ ബെർത്ത് വെച്ചേക്കുന്നത് അല്ലേ? സ്പേസ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതാണ് അങ്ങനെ വരുന്നത്. ബാക്കി കൺട്രോൾ യൂണിറ്റും ബാക്കി സ്വിച്ചസും കാര്യങ്ങളും ഒക്കെയാണ് ഈ ഒരു സൈഡിൽ വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ഗ്ലോബ് കാണാം. അപ്പോൾ അതാണ് ഈ ഒരു ക്യാബിനിലെ കാര്യം. ബാക്കി ലൈറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ സെഡ് പ്രോയുടെ ഇൻറ്റീരിയറിലെ കാഴ്ചകൾ കേട്ടോ. അതുപോലെ തന്നെ എക്സ്റ്റീരിയർ ഉണ്ടോ, ഫുള്ള് ലൈറ്റ്സ് എല്ലാം ഓൺ ആക്കിയിട്ട് ആ ഒരു ആനിമേഷൻ ലേസർ ഇവിടെ കാണാം കേട്ടോ. അത് കുറച്ചുകൂടെ ലൈറ്റ് കുറവായിരുന്നെങ്കിൽ, അതായത് കുറച്ചുകൂടി ഇരുട്ടായിരുന്നെങ്കിൽ നമുക്ക് നല്ല ഡീറ്റെയിൽഡായിട്ട് നല്ല വൃത്തിയായിട്ടത് കാണാമായിരുന്നു. ഇപ്പോഴും കുറച്ചൊക്കെ കാണാം. അപ്പോൾ അതാണ് ഈ ഒരു സെഡ് പ്രോയുടെ വിശേഷം. നമുക്കിനി നേരെ വീണ്ടും അങ്ങോട്ട് തന്നെ പോവാം. അപ്പോൾ നമ്മുടെ ടിറ്റോ ചാനലിന് ഇവിടെ ക്യാബിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുക അല്ലേ? ക്യാബിന് ലൈറ്റ് വെക്കുക അല്ലയോ? പിന്നെ ആ ഒരു ഐറ്റം എന്തോ ഇരിക്കുന്നത് നമ്മുടെ അത് വണ്ടിയുടെ പേര് നമ്മുടെ പേരിൻ്റെ ആ ഒരു ഇതാണല്ലേ ലൈറ്റ് വെച്ചിട്ട്. ഓ പശ തേച്ച് വെച്ചേക്കാം അല്ലേ? അപ്പോൾ നമ്മുടെ ഗ്യാസ്പറിൻ്റെ ഇത് ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ലുക്കുണ്ട് കാണാനായിട്ട്. അപ്പോൾ അതാണ് ആ ഒരു കാര്യം. ഫുള്ള് വർക്ക് കഴിഞ്ഞോ? ചേട്ടൻ്റെ വർക്ക് കഴിഞ്ഞു? ചേട്ടൻ ഇലക്ട്രിക്കൽ വർക്കാണോ ചെയ്യുന്നത്? ഇലക്ട്രിക്കൽ വർക്കാണോ ചെയ്യുന്നത്? ഇലക്ട്രിക്കലും സെറ്റും എല്ലാം ചെയ്യുന്നുണ്ടല്ലേ? അപ്പോൾ അതാണ്. അതുപോലെ തന്നെ
ബാക്കി വർക്കും കാര്യങ്ങളൊക്കെ അവിടെ നടപ്പുണ്ട്. സ്റ്റിക്കേഴ്സൊക്കെ ഇരിക്കുന്നുണ്ടോ? നമ്മുടെ ആ ക്വാർട്ടർ ഗ്ലാസിൻ്റെ ഭാഗത്ത് ഒട്ടിക്കാനുള്ള സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സെറ്റാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുപോലെ അണ്ടർ കോട്ട് പെയിൻറ്റിങ് നമ്മുടെ ചേട്ടൻ ഇവിടെ നിന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. ചേട്ടൻ്റെ പേരെങ്ങനെയായിരുന്നു? രതീഷ് എന്നല്ലേ. ചേട്ടൻ ഇവിടെ എത്ര നാളായിട്ടുണ്ട്? 3 കൊല്ലമായിട്ടുണ്ട് അല്ലേ. അപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ വർക്കെല്ലാം ചേട്ടനല്ലേ ചെയ്യുന്നത്? ഫുൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് കഴിഞ്ഞു അല്ലേ വർക്ക്? ഡെലിവറിയാണ്. നമ്മൾ ഡെലിവറി വ്ളോഗ് ചെയ്യാനാണ് വന്നത്. അപ്പോൾ വർക്കും കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഓക്കെ, അപ്പോൾ അത് നടക്കട്ടെ. അപ്പോൾ ആ ഒരു സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ക്വാർട്ടർ ഗ്ലാസിൻ്റെ ഭാഗത്ത് കംപ്ലീറ്റ് ആയി. നമ്മൾ വന്നപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ജിറ്റോ ചേട്ടൻ ക്യാബിനെല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ സെറ്റ് പ്രോയിൽ കണ്ട ബാക്കി ലൈറ്റ്സും സൗണ്ട് വർക്കും കാര്യങ്ങളും ഒക്കെ ചെയ്തത് ജിറ്റോ ചേട്ടനായിരുന്നു. ഇവിടെ ബാക്കി വർക്കും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയറിലെ ബാക്കി അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് ആ ഒരു കാര്യം. നമുക്ക് എന്തായാലും വെളിയിലോട്ട് ഇറങ്ങാം. അവരുടെ വർക്കിനെ നമ്മളെന്തായാലും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ എല്ലാവരും ഓരോ വർക്കായിട്ട് നമ്മുടെ വണ്ടി ഡെലിവറി തരണം. അപ്പോൾ അതിൻ്റെ വർക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബിസിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കാസ്പറിൻ്റെ ഡെലിവറി വ്ളോഗ് ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഡീറ്റെയിൽഡ് വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. അതുപോലെ നമ്മുടെ ജിസ്റ്റേണ്ണും അനൂപേണ്ണും ഒന്നും എത്തിയിട്ടില്ല കേട്ടോ. അവർ വേറെ വർക്കുണ്ട്. അപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞ് പതുക്കെ അവരെത്തത്തുള്ളൂ. അപ്പോൾ അവരോട് എത്തിയിട്ട് വണ്ടി എന്തായാലും ഡെലിവറി എടുക്കും. അപ്പോൾ ആ ഒരു ഷോർട്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഇത് തന്നെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഇനി ഒരു കിടിലം വീഡിയോ കാണുന്നവരേക്കും